വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വാച്ചിങ് ഡ്രീംസ് ഇപ്പോൾ ഗസ്യം കുളിച്ചിട്ട് വന്നുള്ളൂ. പക്ഷേ ഇപ്പം നമുക്കൊരു കുക്കറി ഷോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ സ്പെഷ്യൽ പാവയ്ക്ക പച്ചടിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ പാവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും എണ്ണയ്ക്കകത്തിട്ട്. തേങ്ങ, ജീരകം, ഉലുവ, കടുക്, പച്ചമുളകും അമ്മയുടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അരയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഈ ഫുള്ള് വെള്ളം ഒഴിക്കാം. ഹാഫ് പിടിച്ചോളൂ. ഇനി ഇത്രയും ഒഴിഞ്ഞാൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റാം. ഇത് വറുക്കാം. പിന്നെ പാവയ്ക്ക കോരി എണ്ണയിൽ തന്നെ നമുക്ക് കടുക് വറുക്കാം. നമുക്ക് കടുക് പൊട്ടിയിട്ട് നമുക്ക് സവാള പോട്ടെ കുഞ്ഞുള്ളി ഇടാം. അത് ചുമത്തിട്ട് ഇനി നമുക്ക് കുഞ്ഞുള്ളി ഇടാം. ഇനി അത് നമുക്ക് ചുമപ്പിക്കാം. ചുമപ്പിക്കുന്നവരെ ആക്കാം. അരപ്പെടുത്ത് നമുക്ക് കടുക് വറുക്കാനായിട്ട് ഇടാം. ഒന്ന് കാണിച്ചു. തിളയ്ക്കാൻ പാടില്ല, ഒന്ന് ചൂടായാൽ മതി. നമുക്ക് ഗ്യാസ് ആവട്ടെ. നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം.
ഐഡിയ ആണ്. ഇത് ഒഴിച്ചാണ്. ഇനി നമുക്ക് ഇത് അതിനകത്തോട്ട് ചേർക്കാം. പകുതി മതി, ഇത്രയും വേണ്ട, ആവശ്യത്തിന്. നമുക്ക് മിക്സ് ചെയ്യാം. പാവയ്ക്ക ഇതിനകത്തൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ് നോക്കാം. ബസ് കറക്റ്റാണ്. കുട്ടി നോക്കിക്കേ, കൊള്ളാമോന്ന് പറ. ശരിക്കും ഇതിന് ഉപ്പുണ്ട്. ശരിക്കും ഇതിന് കയ്പൊന്നുമില്ല. അല്ലെങ്കിൽ ഇത് തിരിഞ്ഞു പോലെ നോക്കത്തില്ല ഗൈസ്. പാവയ്ക്ക നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം ഇതിന് കയ്പ് ഇല്ല. പാവയ്ക്കാന്ന് അറിയത്തില്ല. കുഞ്ഞാപ്പറ്റിനെ കൊള്ളാമോ? സൂപ്പർ കാണിച്ച സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇങ്ങനെ കേട്ടോ കാണിക്കുന്നേ. അപ്പം നമ്മുടെ ലാസ്റ്റ് ഇതാട്ടോ ഞാൻ ഉണ്ടാക്കിയ പാവയ്ക്ക പച്ചടി. ഈ ചോറിൻ്റെ കൂടെ തിന്നാൽ മതി. ഇനി ചോറിൻ്റെ കൂടെ തിന്നാൽ മതി. ചെറിയൊരു ഷോർട്സ് ഇടാം. ഓക്കെ. അപ്പോൾ ഗൈസ് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കുക്കറി ഷോയും കൂടെ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കുക്കറി ഷോ ആണ്. അതുകൊണ്ട് ഞാൻ അമ്മയോട് ചിലരൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അത് കേൾക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തും കൂടെ കാണിക്കട്ടോ. പാവയ്ക്ക പച്ചടി കാണിച്ചേ. ഇതെൻ്റെ ഗഷ് ഇതാണ് പാവയ്ക്ക പച്ചടി. നല്ല ടേസ്റ്റ് ആട്ടോ. ഇതിന് പാവയ്ക്കയുടെ ഒരു കഴിക്കില്ല. അതുകൊണ്ട് ഇത് വരുത്തിരുന്നു. ചുച്ചിരി ഒരു ഡേ ഇൻ മൈ ലൈഫ്. കണ്ടോ, ഇവൾ ഇത്രയും നേരം ഇതിനകത്ത് തരുന്നുണ്ട്. അമ്മയുടെ എന്തുവാ ഇത് മരുന്നിൻ്റെ പാട്ട ഒക്കെ എടുത്തിട്ടേക്കുന്നുണ്ട് കട്ടിലയിൽ. ഇവിടെ ഫാൻ ഇടാൻ കേട്ടോ. അതുകൊണ്ട് ഇവിടെ സ്വിച്ച് ഉണ്ട്. ഫാനിൻ്റെ ലൈറ്റിൻ്റെ ഇവിടെ സ്വിച്ച് ഉണ്ട്. അപ്പോൾ ഇട്ട് ഇവിടെ ഇരിക്കും കുരിപ്പ്. എന്നിട്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് പോകത്തില്ല. എൻ്റെ കോശിൻ്റെ മാമ്പരം പുളിച്ചേരിയാണ്. ഞാൻ മാമ്പരം എൻ്റെ കുഞ്ഞപ്പി 4 ക്രിസ്മസാ. അന്നേരം ക്രിസ്മസ് ഷോപ്പിംഗ് ഉണ്ട്. അന്നേരം ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് അടുത്ത വീഡിയോ എടുക്കും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് വേണമല്ലോ. ഞങ്ങൾ ക്രിസ്മസ് ഷോപ്പിംഗ് എന്ന് വെച്ചാൽ ഞങ്ങൾ നാളെ ബിരിയാണിയൊക്കെ വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ആ സംഭവം ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഒന്നുമില്ല, പുലിക്കോടും കാര്യമൊന്നുമില്ല. ഞങ്ങൾ സ്റ്റാർ മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ചുണ്ടിരി, ഇനി ചുണ്ടിരിയൊക്കെ ഒന്ന് ഉരുക്കിയിട്ടൊക്കെ കൊണ്ടുപോകണം. കമ്മിണിയപ്പ നോച്ചടാ നോക്കടാ കണ്ണോ, നോക്കടാ ചെറുക്ക. ഇത് സ്പെല്ലാണ് കേട്ടോ. ഈ ചെറുക്കാണ്ടൊക്കെ വെച്ചെന്നെയാ. ഞങ്ങളുടെ കുണ്ണാപ്പി, ഞങ്ങളുടെ ചട്ടമ്പി കല്യാണി. അയ്യോ ഗസേൻ്റെ അടുത്ത് ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടൊക്കെ ആയിട്ടാ വന്നേ. കുഞ്ഞാപ്പിയുടെ ഒരു പോസിങ് ആണ് നിങ്ങൾക്ക് കാണിച്ചത്. കുഞ്ഞാപ്പി വാ, ഒരു പോഷിങ്.
ഞാൻ ഇതല്ല പോസിങ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കണ്ണാടിയിൽ ഇത് കണ്ട അങ്ങോട്ടൊന്നും ഒരു അഴുക്കില്ല. ഇത് കണ്ട് ഇവളുടെ ഹൈറ്റിൽ ഇവളെന്തൊക്കെയാ തേക്കുന്നതെന്ന് അറിയാം. തിന്നാൻ കൊടുക്കുന്നതല്ല, കുറുക്ക്, ഇതൊക്കെ വൃത്തിയാകാനും പാടാട്ടോ. കുറുക്ക് എന്തുവാ ഈ പഴം ഉണ്ടല്ലോ, ചില സമയത്ത് അവൾ പഴം തിന്നും, ചില സമയത്ത് തിന്നത്തില്ല. ഇങ്ങനെ പഴം അങ്ങനെ എല്ലാം മാതള നാരങ്ങ നീരൊക്കെ എടുത്തിട്ട് എന്നിട്ട് പൊട്ടിച്ച് തേക്കും. ഇവളുടെ ഹൈറ്റിന് ഈ വീട്ടിൽ ഫുള്ളുണ്ടായിരിക്കും. ഞാൻ കാണിച്ചിട്ട് കുത്തി വരച്ച് വെച്ചിട്ടുണ്ട്, കുത്തി വരച്ച് നമ്മുടെ പുറകിലുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു ഹാക്ക് എന്ന് പറയും ഇവള് പേനയും വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നീല പേനയും വെച്ച് കുത്തി അടച്ച് എന്ത് ചെയ്യണമെന്ന് പറയുക, സ്പ്രേ നമ്മൾ ബോഡി സ്പ്രേ എടുത്ത് കഴിഞ്ഞാൽ അടിച്ചടിച്ച് ഇവിടുത്തെ മാക്സിമം കുറേ കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വേണ്ട കണ്ടോ ഇപ്പോഴും ഉണ്ട് ബ്ലാക്ക്. പിന്നെ തിന്ന ചോക്ലേറ്റ് അതാണ്ടൊക്കെ അവിടെ അങ്ങ് തേച്ച് വെച്ചിട്ടുണ്ട്. മാക്സിമം ഒക്കെ പോകുന്നുണ്ട്. ക്രയോൺ എല്ലാം ഉണ്ട്. പെൻസിൽ ഇതുണ്ട്, കാണാമോ ഗൈസ്. ഇതുണ്ട് ബ്ലൂ മഷി, അത് ബ്ലൂ മഷി എല്ലാം പോവും. ഇതുണ്ട് ഇവിടെ സ്റ്റെപ്പിൻ്റെ അവിടെ ഒരു ദിവസം ഞാൻ ഇടയ്ക്ക് വീഡിയോ കട്ടായിപ്പോയി. സ്റ്റെപ്പിൻ്റെ അവിടെ ആ സ്റ്റെപ്പിൻ്റെ അവിടെ സൈഡിൽ ഇവിടെ ഫുള്ളൊരു നീലപ്പേൻ അവിടെ അങ്ങനെ കിടന്നു. അത് കടിച്ച് കീറി അതിനകത്തുള്ള മഷി എല്ലാം എടുത്ത് ഫിറ്റിങ്ങിലൊക്കെ തേച്ച് നാരങ്ങ തേച്ച് നോക്കി, എല്ലാം തേച്ച്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പ്രാന്ത് പിടിക്കുമ്പോൾ ഞാൻ തേച്ച് നോക്കിയതാണ് ബോഡി സ്പ്രേ. ഓരോടി അവിടെ മച്ചിലാക്കി ബോഡി സ്പ്രേ. പിന്നെ അതെല്ലാം അടിച്ചടിച്ച് ബോഡി സ്പ്രേ തീർക്കുന്നത് അടിച്ചടിച്ച് മണം. ഞങ്ങളങ്ങനെ ഈ സ്പ്രേ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഇങ്ങനെ ഇരിക്കും സ്പ്രേ. അതൊക്കെ അടിച്ചടിച്ച് അത് പോയി. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബിഫോർ ലുക്ക് എൻ്റെ കയ്യിലില്ല. ആ സമയത്ത് ദേഷ്യം വന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മളത് അന്നേരം തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി പിടിച്ച് പാടാവും. പിന്നെ ഇത് ഉണങ്ങി ഈ ബ്ലൂ പിങ്ക് ഇവിടെ ഫുള്ള് ഉണങ്ങി പിടിച്ചതായിരുന്നു. ഉണങ്ങി പിടിച്ചാലും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സ്പ്രേ അടിച്ച് മാറ്റിയതാണ്. അപ്പോൾ ഉണങ്ങി പിടിച്ചാലും കുഴപ്പമില്ലെന്ന് തോന്നും. പക്ഷെ നമ്മൾ ആ സമയത്ത് ഒത്തിരി ഇങ്കൊക്കെ ഇങ്ങനെ ഒഴുകും. ഇങ്ങനെ കിടന്നങ്ങ് ഒഴുകി നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അത് ഇങ്കെല്ലാം ഇങ്ങനെ ഒഴുകും. അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ് ഇവിടെ ഇനി കാണിച്ചു തരാം. അത് നമുക്ക് വേറൊരു വീഡിയോ ഹാക്ക് ആക്കിയിട്ട് കാണിച്ചു തരാം. ഫിറ്റിയിൽ ഫുള്ള് ഇങ്കും ഒക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ പെൻസില് അതാണ്ടൊക്കെ ഇവിടെ കുത്തിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെയൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം.